ഇതാരത്? മദൻ മോഹൻ മാളവ്യ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ. ഓ, PSC മാൻ. ആ എല്ലാരും ഉണ്ടോ? വീഡിയോ അനേകോ. ഗോപുരാണ് ഗോപുരം. കോവിച്ചറ, ഇത് ഏത് ഗോപുരാണ് കോവിച്ചറ? പറയൂ. വിശ്വമഹാമന്ദിർ. സോ ബനാറസ് സാരിയുടെ ഒരു സെന്ററിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സാരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു കോച്ച്, ഇത് എങ്ങനെ, എന്താ കോച്ചിട്ട് ഇത്? ബനാറസ് സാരി ഉണ്ടാക്കാൻ നെയ്തുണ്ടാക്കുന്ന സംഭവം അല്ലേ? 9,000 രൂപയുടെ സാരി മേടിച്ച് കാണിച്ചു. ആണോ? എങ്ങനെ നെയ്യണേന്ന്? ഒരു സാരിക്ക് 9,000 രൂപയൊക്കെയാണ്. അപ്പോൾ എന്തായാലും സാരി ജസ്റ്റ് വാങ്ങാൻ വേണ്ടി കൊണ്ടുവന്നിരിപ്പുണ്ട്. ഇവർ ഇരിപ്പ് കണ്ട ഇപ്പോൾ ഒരു 9,000 രൂപയുടെ 2 സാരി വാങ്ങുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. പേരമ്മേ, 9,000 രൂപ സാരി നോക്കാനാണോ? നോക്കാൻ വേണ്ടി നോക്കുക. അത് ശരി. ബനാറസ് സാരി വേണ്ടേ? എത്ര രൂപ? समर के लिए बेस्ट होता है ये 1500 के रेंज में आएगा, इसमें भी आपको कलर्स मिल जाएगा 1500. സിറ്റപ്പനർ പേരപ്പൻ ഗൈഡ് അറേഞ്ച് ചെയ്യുന്നത് കോച്ചറിനാണ്. ഗൈഡിനെ കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങോട്ടാ? സാരാനാഥിലേക്ക് പോവാണ്. യെസ്, ഇദ്ദേഹം മൊത്തം വിശദീകരിച്ചിരുന്നാണ് പറഞ്ഞത്. രണ്ട് ഫോറിനേഴ്സ് വരുന്നു. इस जगह का नाम है सारनाथ और ये सारनाथ प्लेस सिटी से हटकर ये 12 किलोमीटर आउट में ये प्लेस बुद्धिज्म लगा था और ये सारनाथ का मेन टेम्पल है. इस टेम्पल का नाम है मूलगंधकुटी विहार. ये श्रीलंका के बौद्ध भिक्षु अनागारी धर्मपाल द्वारा टेम्पल को 1931 में बनाया गया 1931 में. और इस टेम्पल के अंदर में देखेंगे भगवान बुद्धा का. യെസ്, അങ്ങനെ ബുദ്ധന്റെ എവിടെ വെച്ചാ ഇത്? ബുദ്ധന്റെ എന്താ ഇത്? ബുദ്ധന്റെ അസ്ഥി സൂക്ഷിക്കുന്നതാണ് പറയുന്നത്. പക്ഷെ ബുദ്ധ പൂർണിമ ദിവസം മാത്രമേ പുറത്തെടുക്കത്തുള്ളൂ. ये इनके द्वारा टेम्पल को बिल्ड किया गया. ये सामने में जो स्टेचू देख रहे हैं ये श्रीलंका के बौद्ध भिक्षु अनागारी का धर्मपाल. इनका जन्म श्रीलंका कोलंबो. ये श्रीलंकन व्यक्ति और इनके द्वारा जब से बुद्धिज्म का प्रचार हुआ और इनके द्वारा पूरा भरा हुआ है. वो गाड़ी से जाएगा आप लोग. ഇതേത് പ്രതിമയാ? ബൈ പ്ലീസ്. ഇതേത് സായിപ്പാന്ന് ചോദിച്ചു. പ്രതിമയല്ല, അമ്മ ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് എന്തോ പൂജ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. അമ്മ തൊട്ട് തരുന്നുണ്ട്. യെസ്, അമ്മ ബുദ്ധനായി മാറിയിരിക്കുകയാണ്. അമ്മ ബുദ്ധ സന്യാസിയായി മാറിയിരിക്കുകയാണ്. കന്നഡ വെച്ചാൽ മദാമ പ്ലീസ് തൊട്ട് മദാമ. തൊട്ട് നെറ്റിയിൽ മദാമയ്ക്കോ നെറ്റിയിൽ. യെസ്, ദേ അമ്മച്ചിക്കോ. ഇന്ന് സുരേഷ് ഗോപി ലുക്കിലായി. ചിന്നു സുരേഷ് ഗോപിയെ പോലെ. बोधी ट्री गया ले ले. आप लोग रुकेगा तभी समझ में आएगा. ओके.
आप इनको ट्रांसलेट करेगा। हाँ हाँ बोलो बोलो। ये सामने में आप लोग जो देख रहे हैं ना, ये बोधि ट्री कैंपस है। और ये सामने में ये बड़ा वाला ये पेड़ जो देख रहा है, ये बोधि ट्री का पेड़ है, जो मेन ट्री बोध गया बिहार में है, जहाँ पर बुद्धा को ज्ञान की प्राप्ति हुई थी। മെയിൻ ട്രീ അവിടെ बुद्ध गया में है। बुद्ध गया में मेन ट्री बोध गया बिहार में, बुद्धा में उधर को ज्ञान की प्राप्ति हुआ। ബുദ്ധന്റെ വെളിപാട് വന്ന മറ്റേ സംഭവം ബീഹാർ ബുദ്ധഗയയിലോ. बुद्धा का प्रतिमा है. സാരനാഥ് ബുദ്ധന്റെ അവിടെയുണ്ട്. യെസ്, അവിടേക്ക് നമുക്കൊരു ഫോട്ടോ എടുക്കാം ഇങ്ങനെ. ഹലോ അടുത്തടുത്തൂടെ വണ്ടികൾ പോകണം. നമ്മൾ മുട്ടിയിലൊന്നും പറ്റില്ല. സൗണ്ട് പൊല്യൂഷൻ്റെ ഏറ്റവും പീക്ക് സ്ഥലമാണ് ഇവിടെ എന്ന് പറയേണ്ടി വരും. അമ്മാതിരി നോയിസ് പൊല്യൂഷനാണ്. ഹോണടിയോട് ഹോണടിയോ. ഗംഗാരതി കാണാനുള്ള പോക്കാണ്. ഒരു രക്ഷയില്ലാത്ത റഷാണ്. നല്ല തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. അവിടെ ഇവിടെയൊക്കെ കടകളാണെങ്കിൽ പോലും നല്ല തിരക്കാണ്. ഈ വഴി കൂടെയൊക്കെ ബൈക്കൊക്കെ എടുത്തിട്ടുള്ളവരെ സമ്മതിക്കണം. കണ്ടോ? ഓ, മാതിരി നോയിസ് പൊല്യൂഷൻ. മൊത്തം ഹോണിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ. എല്ലായിടത്തും ഹോണിൻ്റെ സൗണ്ട്. ഇത് വഴിയല്ലല്ലോ. നമ്മൾ മാറി കൊടുക്കരുത് ഞാൻ പറയണം. മാറി കൊടുക്കരുത്. മെയിൻ ഘട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുവാണ്. യെസ്, ഇതാണ് മെയിൻ ഘട്ട്. ഇവിടെ ബോട്ടുകളെല്ലാം തയ്യാറായിരിക്കുവാണ്. സോ ഗംഗാരതി കാണാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് എല്ലാ ബോട്ടുകളും തയ്യാറെടുത്തിരിക്കുവാണ്. പല റേറ്റിലുള്ള ബോട്ടുകൾ കാണാം. ഇതൊക്കെ റേറ്റ് കൂടിയ ബോട്ടുകളാണെന്ന് തോന്നുന്നു. സോ പല റേറ്റിലുള്ള ബോട്ടുകൾ നമുക്കിവിടെ കാണാം. യെസ്, ഇത് റേറ്റ് കൂടിയ ബോട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ പലതരം ബോട്ടുകൾ ഇവിടെ ഉണ്ട്. ഗംഗാരതി നമുക്ക് ഗംഗാ നദിയിലിരുന്ന് കാണാം. സോ അതിനുള്ള പരിപാടിയാണ്. എന്തായാലും നമ്മളും ഒരു ബോട്ട് ലക്ഷ്യമാക്കി നടക്കുവാണ്. ഈ വില പേശലാണ് ഇനി നടക്കേണ്ടത്. വില നന്നായിട്ട് പേശണം. കാരണം 100 തൊട്ട് പല റേറ്റിലുള്ള ബോട്ടുകൾ നമുക്ക് ലഭ്യമാണ്. സോ 100 രൂപ തൊട്ട് 500 രൂപ വരെ പെർ ഹെഡ്. നമുക്ക് എന്തായാലും നോക്കാം. യെസ്, അങ്ങനെ ബോട്ടിലാണ് ഞങ്ങൾ. ചിരിക്കൂ ബ്രോ, എങ്ങനെയുണ്ട്? ആരതി കാണാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ എല്ലാവരും. എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ട് തയ്യാറാണ്. യെസ്, അച്ഛനൂടെ മാറിയിരിപ്പുണ്ട്. യെസ്, ആരതി എന്തായാലും കാണാനുള്ള ഒരുക്കത്തിലാണ്. എന്തായാലും എന്താന്ന് നോക്കാം. ആരതിയായി ആരതി ഇവിടെ ബോട്ടിൽ ഇങ്ങനെ നമുക്ക് യാത്ര ചെയ്യാം. രസമുള്ള പരിപാടിയാണ്. ഓ യെസ്, ആരതി യെസ്. ബോട്ടുകളെല്ലാം ഇടയ്ക്ക് ഇങ്ങനെ തള്ളി കയറ്റിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെയുണ്ട്, തള്ളി കയറ്റി. അവൻ കൈമാറ്റി.
अभी थोड़ा ठीक है बोट गंगा आरती देखने का के लिए हम बोट पर है गंगा आरती देखने के लिए। इस गट का नाम क्या है गोविंद? इसका नाम काशी विश्वनाथ गट बट he said that something like that ललिता गट नहीं है। तो उसके आगे अगर देसासो में गट है, ओके देसासो गेट में बड़े बड़े बोट आते हैं तो फील्ड ऑब्स्ट्रक्शन हो जाता है। ओह दैट्स इस घाट में बड़े बोट अलाउड नहीं है, ओह ओनली स्मॉल बोट्स। so we can see better। हिंदी में बात करें। ओह क्या चिन्नू कैसे हो? अच्छी हो अम्मू कैसे हो बेटी? नाइस है नाइस। मैं बहुत क्षीणित हो गया। तीनों में ट्रांसलेटर का बढ़िया എല്ലാവരും ഭക്തിമയമായിട്ടിരിക്കുന്നൊരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗോപുരമൊക്കെ ഭക്തിയിൽ ആടുകയാണ് ഗോപുരം. ആ മണികണ്ഠ കട്ട് ബോട്ടുകൾ തമ്മിൽ മുട്ടിയൊക്കെയാണ്. അപകടകരമായ രീതിയിലാണ് ബോട്ട് ഓടിക്കുന്നത്. ഒരു ബോട്ട് ഇങ്ങോട്ട് വന്നിടിക്കുന്നു, ഒരു ബോട്ട് അങ്ങോട്ട് വന്നിടിക്കുന്നു. രണ്ട് ബോട്ടുകളാണ് ഇവിടെ ചേർന്ന് പോകുന്നത്.